ആദ്യം ചോദ്യം ചെയ്യേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. സഞ്ജനയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വാവ്, ഗ്രാൻഡ് ആയല്ലോ നമ്മുടെ താൽക്കാലിക ഓഫീസ്. മുകളിൽ താമസം, താഴെ ഓഫീസ്. ഗ്രേറ്റ്. മേ കമിങ്? യെസ്. ഐ ആം സത്യനാഥൻ. വിമൽ റോയ് വധക്കേസിന്റെ അന്വേഷണ ചുമതല എനിക്കായിരുന്നു. SP പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാളെ കുറിച്ച്. വരൂ. മാഡത്തിന് എന്തോ ചോദിക്കാനുണ്ടെന്ന് തരയൻ സാർ എന്നോട് പറഞ്ഞു. എനിക്ക് ചോദിക്കാനൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെയോ മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നോ 7 ദിവസത്തിനകം പ്രതിയെ കണ്ടെത്തുമെന്നോ ഒക്കെ തരകൻ സാർ പറഞ്ഞു. അതെന്താണെന്നറിയാൻ വരാൻ പറഞ്ഞതാ. മഹത്തായ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ല മാഡം, ചില സംശയങ്ങൾ. അതൊന്ന് ക്ലിയർ ചെയ്താൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയുമെന്ന എന്റെ വിശ്വാസം. ഓ, സംശയങ്ങളും വിശ്വാസങ്ങളും. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ കേരള പോലീസ് പൊതുവെ അന്ധവിശ്വാസികളാണല്ലോ. അതിന്റെ പുറത്താണോ 7 ദിവസം കൊണ്ട് എന്തോ ബ്ലാക്ക് മാജിക് കാട്ടി പ്രതിയെ കണ്ടെത്താമെന്ന് വീരവാദം അടിച്ചത്? ഹാവ് എ സീറ്റ്. പൊതുവെ കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സഹായവും കിട്ടാറില്ല. പിന്നെ തെളിവുകൾ നശിപ്പിച്ച് പ്രതികളെ രക്ഷിക്കലാണല്ലോ നിങ്ങളുടെ പ്രധാന ഡ്യൂട്ടി. എന്താ, അങ്ങനെ വല്ല സഹായം ചെയ്തു വെച്ചിട്ടാണോ ഈ വരവ്? അങ്ങനെ കേരള പോലീസിനെ അടച്ചു കുറ്റം പറയരുത് മാഡം. ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഈ കാക്കിക്കുപ്പായം തെളിവുകൾ നശിപ്പിക്കാനോ പ്രതികളെ രക്ഷിക്കാനോ അല്ല, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ജനം നികുതിയായി നൽകുന്ന വിയർപ്പിന്റെ മണമുള്ള നോട്ടുകളാ ഞങ്ങൾ ശമ്പളമായി എണ്ണി വാങ്ങിക്കുന്നതിന് ഉറച്ച വിശ്വാസമുള്ളവനാ ഞാൻ. കൂൾ ഡൗൺ മിസ്റ്റർ സത്യനാഥൻ. ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ CBI-ക്കാർ കേരള പോലീസിന് ഒരു അബ്രിവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള പോലീസിനെ കുറിച്ച് ഇത്തരം ഒരു മുൻവിധി വെച്ച് പുലർത്തുന്ന CBI-യിൽ ഇതൊന്നുമില്ലേ? കോട്ടയത്ത് തിരുവസ്ത്രമണിഞ്ഞൊരു കർത്താവിന്റെ മണവാട്ടി കൊല്ലപ്പെട്ടിട്ട് വർഷം 16ആയി. വർഷാവർഷം മാറി വരുന്ന CBI-ക്കാരന്റെ കേസ് തെളിയിച്ചില്ല. എന്തിനാ കേസ് തെളിയിക്കുമെന്ന് തോന്നി ഓഫീസറെ പുകച്ചു പുറത്തിയാടിച്ചത്? ഇവിടുത്തെ പരമോന്നത കോടതി വരെ കുറ്റപ്പെടുത്തിയില്ലേ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ? ചൂടാവല്ല മാഡം, പഴയ കാലൊന്നല്ല. പോക്കറ്റ് അടിക്കാരന്റെ പോക്കറ്റിൽ കൈയിടുന്ന പോലീസിനും കേന്ദ്രമന്ത്രിമാർക്ക് പാദസേവ ചെയ്യുന്ന ചില പരമോന്നത അന്വേഷണ ഏജൻസി ഓഫീസർമാരൊക്കെ ലൈവായി പൊതുജന മധ്യത്തിൽ നിർത്തി തൊലിയിരിച്ച് കാട്ടാൻ മത്സരിക്കുന്ന TV ചാനലിന്റെ കാലത്. പത്രം വായിക്കുന്ന TV കാണുന്ന കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം CBI-യും കേരള പോലീസും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന്. രണ്ടില് നന്മയും തിന്മയുണ്ടെന്ന്. ഇതാ ഈ ബ്ലാക്ക് മാജിക്കാരന്റെ വിയർപ്പിന്റെ ഫലം. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. മാഡത്തിന്റെ മുമ്പിൽ വന്ന് ഇത്രയൊക്കെ സംസാരിക്കാൻ കാരണം കേരള പോലീസിനെ കുറിച്ചുള്ള വൃത്തികെട്ട മുൻവിധികൾ ഈ നാവിൽ നിന്ന് കേട്ടതുകൊണ്ടാ. ഈ കാക്കിക്കുപ്പായത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇന്നു മുതൽ ഇതൊന്ന് ഊരിവെക്കുക. ഒരു ലോങ് ലീവ്. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ മാഡത്തിന്റെ ഒന്നും അനുമതി ഇല്ലാതെ ഞാനും അന്വേഷിക്കാൻ പോയി കേസ് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് കാണാം. എല്ലാവരും കാണണമെന്ന് പറയാറുള്ളൂ മാഡം, ആരും കാണിക്കാറില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ അച്ചപ്പം കൊയിലപ്പം വാട്ടെ പഞ്ചുട്ടിയിട്ട് അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ ഇക്കൊല്ലം നമ്മള് തോറ്റം കളിച്ചില്ല. തോറ്റം കളിപ്പാട്ട് തൊപ്പനമായി ആണ്ട് പിറന്നലതാവില്ല പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ അച്ചപ്പം കൊയിലപ്പം വാട്ടെ പഞ്ചുട്ടിയിട്ട് അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ കണ്ടത്തിലിറങ്ങിയ പിന്നെ കാണാണ്ടാവുന്നില്ല. കണ്ടാലറിയാവുന്ന ഒരാളെ അല്ല സാറ് ലോങ് ലീവ് എടുത്ത് ഈ കണ്ടം പൂട്ടാനായിട്ടായിരുന്ന. എടാ ഇത് വെറുതെ വലിയ വലിയ സാറുമാർക്ക് മൈൻഡ് ഫ്രഷ് ആകണമെങ്കിൽ സ്വിറ്റ്സർലാൻഡ് പിന്നെ പൂന അവിടൊക്കെ പോണം. പക്ഷെ സത്യനാഥന്റെ മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടിട്ട് ഇതുപോലുള്ള പാടത്തെ പണികളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കണത്. ലോങ് ലീവ് എടുത്ത് കേസ് അന്വേഷിക്കാണെന്ന് കരുതിയിട്ടല്ലേ ഞാനും ലീവ് എടുത്തത്. ലീവ് എടുത്തത് കേസ് അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ തന്നെയാ. പക്ഷേ ചില പോയിന്റ്സ് ക്ലിയർ ചെയ്യാനുണ്ട്. അതെന്താ? കൊല നടന്ന ആ രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആ ഫോൺ കോൾ, വിമൽ മരിച്ചു കിടന്ന ആ കെട്ടിടത്തിൽ അങ്ങനെ ഒരു ഡെഡ് ബോഡി കാണപ്പെട്ടാൽ സാധാരണഗതിയിൽ അത് ഉടനെ അങ്ങ് പുറത്തറിയാൻ വഴിയില്ല. മർഡർ നടന്ന ഏതാനും മിനിറ്റുകൾക്കകം ഒരാളത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയണമെങ്കിൽ ഒരുപക്ഷെ അയാളാകാം സഞ്ജനയുടെ സഹായിയായി അന്ന് കൂടെ ഉണ്ടായിരുന്നത്. അല്ല സാറേ, അയാളെ കൊലപാതകത്തിന് സഹായിച്ചെങ്കിൽ അയാൾ തന്നെ പോലീസിന് വിവരം അറിയിക്കോ? കുടുങ്ങൂലേ? സഞ്ജൻ ഒരിക്കലും തന്റെ പേര് പറയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളായി കൂടെ അത്. എന്നാൽ അയാൾക്ക് സഞ്ജനയെ കൊടുക്കണമെങ്കിലോ? മനസ്സിലായില്ല സാർ. അരണ്യോ അല്ല ഇപ്പൊ പറഞ്ഞത്? ഇടോ സിനിമ ഫീൽഡ് അല്ലേ, പോരാത്തതിന് ഹൽവ പീസ് പോലത്തെ ഒരു പെണ്ണും. ചില ചുറ്റിക്കളികൾ അവൾക്കുള്ളതായിട്ട് ന്യൂസ് കേട്ടിരുന്നു ആ സംവിധായകൻ ഗൗതമനുമായിട്ട്. അയാൾക്കാണെങ്കിൽ ഭാര്യ മക്കളും ഉണ്ട്.
കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. അങ്ങനെ വന്ന എന്താ ചെയ്യാ? എന്താ ചെയ്യാ? അവളെ കൊടുക്കാൻ കിട്ടിയ അവസരം വെറുതെ കളയോ? കിത്തനെ കരം പേട്ടി, എന്തോ കുട്ടിക്ക് കാര്യം പിടികിട്ടിന്ന്. ഇവിടെ മുത്തേ. ഐ എം നന്ദിനി വർമ്മ ഫ്രം CBI. യെസ്. സഞ്ജനയുടെ മൊഴി പോലെ കുത്തിയത് അവളാകാമെന്ന് വിശ്വസിച്ചാൽ പോലും തലക്കേറ്റ മാരകമായ അടിയാണ് വിമലിന്റെ മരണകാരണം. സോ സഞ്ജനയ്ക്കൊരു സഹായം ഉണ്ടായിരുന്നു. അവൾക്ക് ഏറെ അടുപ്പമുള്ള ആളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങളെ സംശയിക്കാം. അങ്ങനെ ഏറെ അടുപ്പമൊന്നുമില്ല മാഡം. ഒരു ഡയറക്ടറും ഒരു ഹീറോയിനും, യു നോ വാട്ട് ഐ മീൻ ഇസ് 4 പടങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതിന്റെ ഒരു അടുപ്പം, അത്രേ ഉള്ളൂ. അപ്പോ ഇതോ? ഈ മഞ്ഞപ്പത്രക്കാരൻ മാത്രമേ ഇങ്ങനൊരു ന്യൂസ് എഴുതിയിട്ടുള്ളൂ. എനിക്ക് രണ്ടുപേരെയും വിശ്വാസ. ഈ വീട്ടിൽ പോലും ഏത് പാതിരാത്രിക്കും ഞാൻ ആ കുട്ടിക്ക് ഒരു മുറി മാറ്റി വെച്ചിട്ടുണ്ട്. അതെ, സത്യമാ മാഡം. ഫ്രെയിം ന്യൂസ് ജനാർദ്ദനൻ വ്യക്തിവൈരാഗ്യം തീർക്കാൻ പോലെ സഞ്ജനയും അവളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രെയിം ന്യൂസ് ജനാർദ്ദനൻ. പന്നികൾ കൂട്ടം കൂട്ടമായി വരുവേ, ആന സിംഗം സിംഗിളത്താൻ വരുവേ. இந்த பாரு, அந்த டே மட்டுமல்ல, ஒரு மாசத்து பில்லு கிடைச்சாச்சு. போனுக்கு அப்புறம் பில்லு இந்த சிவாஜிக்கு அப்புறம் எவன்டா? ഈ നമ്പറിന്റെ കഴിഞ്ഞ 3 മാസത്തെ ഇൻകമിംഗ് ഔട്ട് ഗോയിങ് കോളുകളുടെ ഡീറ്റെയിൽസ് വേണം. ഞാൻ ഈ വെസ്റ്റിലെ CI ആ. ഈ നമ്പറിന്റെ പ്രിന്റ് ഡീറ്റെയിൽസ് ഇപ്പോ ഒരു CBI ഓഫീസർ വന്ന് വാങ്ങിച്ചു പോയതേ ഉള്ളൂ സർ. CBI നമ്മളെക്കാൾ ഒരുപടി മുമ്പിലുള്ളോട് ബൽറാമേ. பரவாயில்ல சார், நம்ம லேட்டா சென்றாலும் லேட்டஸ்டா வருவேன். நான் ஒரு தடவை சொன்னா 150 தடவை சொன்ன மாதிரி. സാറിന്റെ നിഴൽ പോലെ എന്നും കൂടല എന്നോട് ഒരുമാതിരി ദേവസ്വം മന്ത്രി സംസാരിക്കുന്ന എന്നോട് സംസാരിക്കരുത്. സാർ എന്റെ കറുപ്പാ പെത്തെ. നിന്റെ അച്ഛന്റെ പേരെന്നാ? കുമാരൻ. അല്ലാതെ മമ്മൂട്ടി ഒന്നല്ലോ. എങ്ങനെ ഉണ്ടാവുള്ളൂ? യാറ് അല്ല, ബാരാ സാറെ പ്രതി? ജനാർദ്ദനൻ, ചീഫ് എഡിറ്റർ, ഫ്രെയിം ന്യൂസ് സിനിമ വാരിക. നടി സഞ്ജനയും ജനാർദ്ദനുമായിട്ട് എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്തിനാ കുട്ടിയെക്കുറിച്ച് നിരന്തരം ഇങ്ങനെ ഗോസിപ്പുകൾ എഴുതിയുണ്ടാക്കിയത്? ഗോസിപ്പോ? ഫ്രെയിം ന്യൂസിലോ? സത്യം സത്യമായിട്ടേ ഞങ്ങൾ എഴുതാറുള്ളൂ. ഇത്ര സത്യസന്ധനായ ജനാർദ്ദൻ എന്തിനാ വിമൽ റോയെ കൊന്നത്? ഞാനോ? യെസ്, താൻ തന്നെ. തന്റെ മൊബൈൽ ബില്ലിന്റെ കോപ്പി. വിമൽ കൊല്ലപ്പെട്ട ദിവസം 6 പ്രാവശ്യം താനൊരു മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ വിമലിന്റെ പ്രീപെയ്ഡ് കണക്ഷൻ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വിമൽ കൊല്ലപ്പെട്ട ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ താൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. ശരിയല്ലേ? ഞാൻ കൂടുതൽ തപ്പിത്തടയേണ്ട മിസ്റ്റർ ജനാർദ്ദനൻ. തന്റെ മൊബൈൽ ബിൽ ഇതിനെല്ലാം തെളിവാ. ഇനി പറ, താൻ കേരള പോലീസിനോട് പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് വിമൽ ഫോട്ടോകൾക്ക് 10 ലക്ഷം രൂപ ചോദിച്ചു. എന്നിട്ട് CBIയിൽ 3-ാം മുറ ഇല്ലെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട. അതുകൊണ്ട് സത്യം തുറന്നു പറയുന്നതാ നല്ലത്. ഞാൻ പറയാം മേഡം. ആ ചെറുപ്പക്കാരനെ കണ്ട ശേഷം ഞാൻ കൂടുതൽ ആലോചിച്ചു. ആ ചിത്രങ്ങൾ പണം കായ്ക്കുന്ന മരമാണ്. വാരികയുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ അതുപയോഗിക്കാം. ഞാൻ അയാളെ തിരിച്ചു വിളിച്ചു. പല പ്രാവശ്യം വിളിച്ചപ്പോ ഹൈവേയിൽ മണ്ണുത്തിക്കടുത്ത് ആളൊഴിഞ്ഞു കിടക്കുന്ന പഴയ ഓട് ഫാക്ടറിയിലെത്താൻ അയാൾ പറഞ്ഞു. അതനുസരിച്ച് ചോദിച്ച പണവുമായി ഞാൻ അവിടെ